വീട്ടിൽ പോയ അമ്മ എന്നെ ടെറസിലേക്ക് കയറ്റി പോന്നെയാണ് കേട്ടാ. എന്നാണ് കാര്യം എന്ന് വെച്ചാല് അമ്മ കുറച്ച് ചെടികൾ നട്ടിട്ടുണ്ട്. പണ്ടെന്ന് വെച്ചാല് ഏച്ചിമാരെല്ലാം സമയത്ത് വെച്ചാല് ഓണത്തിന് പൂവൊന്നും വാങ്ങൂല. ഒരു മുക്കാ ഭാഗം പൂവും വീട്ടിൽ തന്നെ ഉണ്ടാവും, പിന്നെ കുറച്ചല്ലേ വാങ്ങൂ. അപ്പം അമ്മ ഓണച്ചെടി കുറച്ച് നട്ടിനേനും. പക്ഷേ എങ്കിലെന്നാ ചെയ്യാ, ഓണം വൈകി, പൂക്കളൊക്കെ പെട്ടെന്ന് അങ്ങ് വിരിഞ്ഞ്. എന്നിട്ട് അമ്മ അറിയുന്നത് പണ്ടല്ല ആഗസ്റ്റിലല്ലേ ഓണം ഉണ്ടാവല്. ഇതിപ്പോ ഇവരെ പൂ വിരിഞ്ഞിട്ട് ഇപ്പൊ ആഗസ്റ്റിൽ ഓണാക്കാൻ കഴിയാ? ഇല്ലല്ല. ഇനി എന്നാ ചെയ്യാ? അപ്പോഴേക്ക് പൂവെല്ലാം പോവും. അതാണ് അമ്മ പറഞ്ഞു വരുന്ന കാര്യം. അപ്പൊ അമ്മ അതിന്റെ സൈഡിലൊക്കെ കുറച്ച് വെണ്ടയ്ക്കൊക്കെ നട്ടുണ്ട്. അമ്മ പച്ചക്കറി നടാൻ വേണ്ടിയിട്ട് വെച്ച സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പൊ അമ്മ കുറച്ച് ചെടിയിൽ ഇതെന്ന് വെച്ചാൽ നല്ല എന്തൊരു രസാന്നറിയാ കാണാൻ വേണ്ടിയിട്ട്. കണ്ണ് കുത്തുന്ന ചോപ്പ്. അപ്പോൾ അതിൻ്റെ ഇലേൻ്റെയും പച്ചയും ചുവപ്പെല്ലായിട്ട് എന്തൊരു ഭംഗിയാണെന്നറിയാം. പക്ഷേങ്കിൽ എൻ്റെ ഫോണിൽ ആ ഭംഗി മുഴുവനും ഒപ്പിയെടുക്കാൻ പറ്റുന്നില്ല എൻ്റെ പൊന്നു മക്കളെ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആമി എൻ്റെ ഇടയ്ക്കെന്ന് പിന്നെ പറയാം, പിന്നെ അമ്മക്കെന്നാന്ന് നമ്മളെ കൂട്ടാണ്ട് പോയിന്, കൂട്ടിയിട്ടില്ല. അപ്പം അതിൻ്റെ ഇടയ്ക്ക് പയറിൻ്റെ വള്ളി പടർത്താനുള്ള പരിപാടിയിലാണ് കേട്ടാ. ഇതെല്ലാം പയറ് വളരേണ്ട പിന്നെ പന്തലാണ് കേട്ടാ. ഇതെല്ലാം ഇങ്ങനെ എല്ലാം സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് അമ്മ. പയറ് വളർന്നിട്ടാകുമ്പോൾ മമ്മക്കും കൊണ്ട് പോവാലോ. ഇത് നമ്മളെ ഫോട്ടോ ആണ് കേട്ടാ. ഇത് നമ്മളെ ഫോട്ടോ, ഏച്ചിമാരെ ഫോട്ടോ, അച്ഛൻ്റെ അമ്മേൻ്റെ ഫോട്ടോ. ഇത് പിന്നെ ഒരു കൃഷ്ണൻ, അതെൻ്റെ ഫ്രണ്ട്. ശബരിമലക്ക് പോകുമ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നതാട്ടാ. എനക്ക് മാത്രമല്ല, നമ്മൾ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്കെല്ലാം കൊടുത്തിന്. ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അത്. നമ്മൾ മൂന്നാറ് പോയാലും എടുത്ത ഫോട്ടോ കേട്ടാ. നമ്മളെല്ലാവരുടെ ഫാമിലിയും പിന്നെ ആപ്പനും ഏൻ്റിയും ഉണ്ട് കേട്ടാ കൂട്ടത്തിൽ. അങ്ങനെയാണ് നമ്മൾ. ഇതാ ഇനിയിപ്പോൾ നമുക്ക് മുറ്റത്തോട്ട് പോവാം അല്ലേ. അപ്പം മുറ്റത്തേക്ക് പോയത് എന്തിനാണെന്നറിയാം, എന്തൊക്കെയോ ചെടികളെല്ലാം നട്ടിട്ടുണ്ട്. പക്ഷേ എന്നാണ് ഒന്നിനും പൂ വിരിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു ടിപ്പും കൂടി പറഞ്ഞുതരാം കേട്ടാ. ഒരു വലിയ സീക്രട്ട് ഉണ്ട് കേട്ടാ അമ്മേൻ്റെ ചെടീൻ്റെ വളപ്രയോഗം. അതായത് വെള്ളം നനഞ്ഞ് ചീഞ്ഞ റോസാപ്പൂവിനെ പുനർജനിപ്പിച്ചൊരു ടിപ്പുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. പറഞ്ഞു തരൂല, അടുത്ത വീഡിയോയിൽ നിങ്ങൾ ആരെങ്കിലും ചോദിക്കട്ടെ, എന്നിട്ട് പറയാം. വെറുതെയെങ്കിലും അങ്ങനെ പറയുന്നത് അത്ര ശരിയില്ലല്ലോ. ഇതാണ് എൻ്റെ അമ്മ.